ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ലല്ലോ. അതങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ബോണസ് കിട്ടിയ കാര്യം ആരുടെ പറയല്ലേ. കാര്യം അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. അത് അറിഞ്ഞാൽ മോശം. അപ്പോൾ അത് സീക്രട്ടായിട്ട് വെച്ചോ. അപ്പോൾ ഞാൻ വിളിക്കാം. ആരാ വിളിച്ചേ? അത് സഞ്ജയ്. ഈ മാസം ബോണസ് കിട്ടിയോ? കിട്ടി. എന്നിട്ട് നിൻ്റെ അടുത്ത് പറയാത്ത? ഞാൻ പറഞ്ഞു കേട്ടില്ലേ ആരുടെ പറയല്ലേ എന്ന്. കാര്യം ഇതെല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതിനെ ഞാൻ നിങ്ങളെ കൊളീഗല്ലല്ലോ, ഭാര്യയല്ലേ. അത് പറയാതിരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാനത് പറഞ്ഞില്ല, മറന്നു, അത്ര തന്നെ. വലിയ ഇഷ്യൂ ആക്കാനൊന്നും നിൽക്കണ്ട. അതിനിതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ. എന്ത്? നിങ്ങളെ പല കാര്യങ്ങളും ഞാൻ അറിയണത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടേക്കാരം. ഒന്നെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ. എനിക്കത് ക്ലിയർ ആയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എന്ത് കാര്യം നിൻ്റെ അടുത്ത് പറയാത്തേ? അത് കുറേ ഉണ്ടല്ലോ. ഒരെണ്ണം പറയൂ. ഒരെണ്ണോ? നിൻ്റെ ഫോണിലേക്കൊരു ഞാൻ അറിയാത്ത ഒരാൾ വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ ഞാനത് ചോദിക്കാൻ വരാറുണ്ടോ? ഭാര്യയെ സംശയിക്കാതിരിക്കുക എന്നത് മാത്രമല്ലല്ലോ സ്നേഹം. അപ്പം ഞാൻ ഇത്രയും കാലം കാണിച്ചൊന്നും സ്നേഹമല്ല. അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ തൊട്ട് മുന്നേ നിങ്ങളെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം നിങ്ങളെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരി എനിക്ക് കുറേ കാലമായിട്ട് മിസ്സിങ് ആണ്. നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിനക്ക് വേണ്ടത് ചെയ്തു തരാത്ത ഒരു കെയർലെസ് ഭർത്താവാണോ ഞാൻ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. എനിക്ക് വേണ്ടത് വാങ്ങിച്ചു തരുന്നുണ്ട്, എന്നെ പുറത്തുകൊണ്ട് പോകുന്നുണ്ട്, അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ അതിനേക്കാൾ ഹാപ്പിയാവും എങ്ങനെ? എന്നോടൊന്ന് മനസ്സോന്ന് സംസാരിച്ചാൽ. നിനക്കൊരു പരിഗണന തരാതെ നിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ച് അത് ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഭർത്താവാണ് ഞാൻ, അല്ലേ? ഒരു കണക്കിന് നീ ഇത്രയും കാലം എൻ്റെ അടുത്ത് ചെയ്തു അത് തന്നെയല്ലേ? ഞാനെന്താ മറച്ചു വെച്ചേ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടും എനിക്കിങ്ങനെ ഒരു കുറവുണ്ട് എന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴല്ലേ? ഒരു പക്ഷേ എനിക്ക് സ്വയം തിരുത്താനുള്ള സമയമായിരിക്കും നീ ഇത്രയും കാലം തന്നിട്ടുണ്ടാവുക. പക്ഷെ അത് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹക്കുറവിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചില സമയങ്ങളിൽ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. എന്നാൽ ഞാൻ ഹാപ്പിയാണ്. ഞാനെന്നല്ല, എല്ലാവരും അങ്ങനെയൊക്കെ.